ഹലോ, നിങ്ങളൊരു മന്തി ലവറാണോ? എങ്കിൽ ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ കാണരുത്. കണ്ടാൽ പിന്നെ എന്നും വീട്ടിൽ മന്തി ഉണ്ടാക്കേണ്ടി വരും. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ടേസ്റ്റി മന്തിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ? വായോ. ആദ്യം തന്നെ ഒരു മാരിനേഷൻ മസാല റെഡിയാക്കണം. അതിനായി 2 ടേബിൾ സ്പൂൺ കുരുമുളകും എരിവിനനുസരിച്ച് ആവശ്യത്തിന് പച്ചമുളകും നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഒരു ക്യാപ്സിക്കം ചെറുതായി ചോപ്പ് ചെയ്ത് മാറ്റിവെക്കാം. മിക്സി ജാറിൽ ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കണം. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ആഡ് ചെയ്ത് കുറച്ച് ഫുഡ് കളർ കൂടെ ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഫുഡ് കളർ ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായി ഒരു ബൗളിലേക്ക് ഇടാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ക്രഷ് ചെയ്ത് വെച്ച കുരുമുളക് ചില്ലി മിക്സും ആഡ് ചെയ്യാം. ഇതിലേക്ക് 3 മാഗി ക്യൂബ്സും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അറബിക് മസാല കൂടെ ആഡ് ചെയ്ത ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച ടൊമാറ്റോ പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റൈസ് പ്രിപ്പയർ ചെയ്യാനായി ഒരു പാത്രം വെള്ളത്തിൽ ആവശ്യത്തിന് സ്പൈസും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 മാഗി ക്യൂബും കൂടെ ക്രഷ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച വെള്ളത്തിലേക്ക് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച സെല്ല ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് മിക്സ് ആക്കി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 80% കുക്കായാൽ റൈസ് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അടച്ചു വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ശേഷം മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. ചിക്കനിൽ നിന്നും നല്ലപോലെ വെള്ളം ഇറങ്ങിയ ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ഏകദേശം കുക്കായി കഴിഞ്ഞാൽ ഇതിൽ നിന്നും കുറച്ച് ഗ്രേവി മാറ്റി വെക്കാം. കുക്ക് ചെയ്ത റൈസ് ലെയറായി ചിക്കന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒരു ലെയർ കൂടെ റൈസ് ആഡ് ചെയ്യാം. നന്നായി ലെവൽ ചെയ്ത ശേഷം ബാക്കിയുള്ള ഗ്രേവി കൂടെ ഒഴിച്ച് കുറച്ച് ചില്ലി കീറി വെച്ച് കൊടുക്കാം. അലുമിനിയം ഫോയിൽ കൊണ്ട് നല്ലപോലെ കവർ ചെയ്ത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. കാണാൻ തന്നെ എന്തു ഭംഗിയാ! ടേസ്റ്റ് ചെയ്താൽ നിങ്ങൾ എന്തായാലും വീണ്ടും ട്രൈ ചെയ്യും. അപ്പോൾ എങ്ങനെയാ, ഉണ്ടാക്കി നോക്കല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ ഫ്രം ആദി.